ഫഹദ് ഫാസിലിന്റെ ആവേശം എന്ന് പറയുന്ന ചിത്രം ബോക്സ് ഓഫീസിലും ആവേശമായി മാറുകയാണ്. 11 ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും അതോടൊപ്പം തന്നെ ചിത്രം നേടിയ മറ്റ് അനേകം റെക്കോർഡുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വൺ ക്ലാസ് സിനിമകളോട് കൂടെ വിഷുവിന് തിയേറ്ററിലെത്തിയ മൂവി ആയിരുന്നല്ലോ ആവേശം. എന്നാൽ വിഷു ക്ലാഷിലെ എല്ലാ സിനിമകളെയും മലർത്തിയടിച്ചുകൊണ്ട് ആവേശം കപ്പടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. 11 ദിവസം ചിത്രത്തിന്റെ കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുന്ന സമയത്ത് 10 ദിവസങ്ങളും ഈ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ ചിത്രത്തിന് സാധിച്ചു. 11ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പിച്ചു. അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഇന്നത്തെ കേരള കളക്ഷനോട് കൂടെ ചിത്രം 38 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇതുവരെയും തൂക്കിയിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുന്ന സമയത്ത് 85 കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ 85 കോടിക്ക് മുകളിലേക്കാണ് ആവേശം എന്ന് പറയുന്ന ചിത്രത്തിന്റെ 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എത്താൻ വേണ്ടി പോകുന്നത്. മികച്ച രീതിയിലുള്ള ഒരു ചൂടപ്പ് തന്നെയാണ് സെക്കൻഡ് വീക്കിലും ചിത്രം മുന്നേറുന്നത്. ചാനൽ അഭിമുഖങ്ങളിൽ ക്ലാഷിൽ ഞങ്ങൾ തൂക്കുമെന്ന് വാചാലമായി സംസാരിച്ച ധ്യാൻ ശ്രീനിവാസന് ശരിക്കും ചിമിട്ടൻ പണി തന്നെയാണ് ഫഹദ് ഫാസിൽ ആവേശം എന്ന ചിത്രത്തിലൂടെ കൊടുത്തിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ 11 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷന്റെ എത്രയോ മുകളിലേക്കാണ് ആവേശം എന്ന് പറയുന്ന ചിത്രം 11 ദിവസങ്ങൾ കൊണ്ട് എത്തിയിരിക്കുന്നത്. ചിത്രം 100 കോടി ഉറപ്പിച്ചിരിക്കുകയാണ്. 4-5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം 100 CRൽ ഇടം പിടിക്കും. എല്ലാവരും ഉറ്റുനോക്കുന്നത് ആടുജീവിതം എന്ന് പറയുന്ന ചിത്രം ഇന്ന് 150 CRന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നതാണ്. ആ ഒരു ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനെ മറികടക്കാൻ ആവേശം എന്ന ചിത്രത്തിന് സാധിക്കുമോ എന്നുള്ളതാണ്. അത് മറികടക്കാൻ പറ്റുമോ എന്നും അല്ലെങ്കിൽ പറ്റില്ല എന്നും ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല. ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ അതിനെ മറികടക്കുക തന്നെ ചെയ്യും. ഇനി അടുത്ത തിങ്കളാഴ്ചയൊക്കെ ചിത്രത്തിന്റെ കളക്ഷനിൽ വലിയ ഇടിവ് സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മറികടക്കാനും സാധിക്കില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആടുജീവിതം എന്ന ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനെ മറികടക്കാൻ ആവേശം എന്ന ചിത്രത്തിന് സാധിക്കുമോ? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനുജന.